ത്രിയേകദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസിനി വിശ്വാസികളുടെ സമൂഹമേ, നിങ്ങൾക്ക് ഏവർക്കും പ്രഭാത വചനത്തിലേക്ക് എൻ്റെ സ്വാഗതം. ഇന്നത്തെ ചിന്താവിഷയം എന്ന് പറയുന്നത് എന്താണ് ശക്തി? ശക്തി രണ്ട് തരത്തിലുണ്ട്: ഭൗതിക ശക്തി, ആത്മീയ ശക്തി. ഭൗതിക ശക്തി എന്താണെന്ന് നമുക്ക് നോക്കാം. ഇത് നമുക്ക് ലഭിച്ചു തുടങ്ങുന്നത് നമ്മുടെ ഭവനത്തിൽ നിന്നുമാണ്. ഈ ശക്തി നമുക്ക് ലഭിക്കുന്നത് സൊസൈറ്റിയിൽ നിന്നുമാണ്. ആത്മീയ പിതാക്കന്മാരിൽ നിന്ന് ഈ ശക്തി നമുക്ക് ലഭിക്കുന്നു. ദൈവവചന ഉദ്ബോധകരിൽ നിന്നും ഈ ശക്തി നമുക്ക് ലഭിക്കുന്നു. വചന പാരായണത്തിലൂടെ നമുക്ക് ഭൗതിക ശക്തി ലഭിക്കുന്നു. പ്രാർത്ഥനയിലൂടെ നമുക്ക് ഭൗതിക ശക്തി ലഭിക്കുന്നു. നമ്മുടെ ചിന്തകളിലൂടെ നമുക്ക് ഭൗതിക ശക്തി ലഭിക്കുന്നു. എന്നാൽ ആത്മീയ ശക്തി, ഈ ശക്തി നമുക്ക് ലഭിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കണം. പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കണമെങ്കിൽ നാം പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. പ്രാർത്ഥിക്കണമെങ്കിൽ നാം വിശുദ്ധിയുള്ളവർ ആയിരിക്കണം. വിശുദ്ധി ഉണ്ടാകണമെങ്കിൽ നമ്മുടെ ചിന്ത എപ്പോഴും നല്ലതിനു വേണ്ടി മാത്രമായിരിക്കണം. നല്ലത് ഭവിക്കണമെങ്കിൽ നമ്മുടെ പ്രവൃത്തി നല്ലതായിരിക്കണം. പ്രവൃത്തി നല്ലതാകണമെങ്കിൽ ആത്മീയ ചൈതന്യം ഉണ്ടായിരിക്കണം. ആത്മീയ ചൈതന്യം ഉണ്ടാകണമെങ്കിൽ നാം ദൈവം കാണിച്ചു തന്ന പാതയിലൂടെ സഞ്ചരിക്കുന്നവർ ആയിരിക്കണം. ദൈവം കാണിച്ചു തന്ന പാതയിലൂടെ സഞ്ചരിക്കണമെങ്കിൽ ഭൗതിക ശക്തി ഉള്ളവർ ആയിരിക്കണം. അതായത് ഭൗതിക ശക്തിയും ആത്മീയ ശക്തിയും ഉള്ളവ ഒരു വ്യക്തിക്ക് മാത്രമേ ഈ ലോക ജീവിതം ആശ്വസിക്കാൻ സാധിക്കുകയുള്ളൂ. അതിനാൽ ദൈവം നമുക്ക് തന്നതായ ഏതാനും വചനങ്ങൾ നമുക്ക് ഒന്ന് നോക്കാം. വിശുദ്ധ ലൂക്കോസ് എവൻഗലിയോസ് എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 49-ാം വാക്യം: എൻ്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും. നിങ്ങളോ ഉയരങ്ങളിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പീൻ എന്ന് അവരോട് പറഞ്ഞു. 50-ഉം 51-ഉം കൂടി നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്: അനന്തരം അവൻ അവരെ ബേഥാന്യയോളവും കൂട്ടിക്കൊണ്ടുപോയി കൈ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു. അവരെ അനുഗ്രഹിക്കയിൽ അവൻ അവരെ വിട്ടുപിരിഞ്ഞു സ്വർഗാരോഹണം ചെയ്തു എന്ന് ഈ വേദഭാഗത്ത് പറയുന്നു. അപ്പോസ്തലപ്രവൃത്തികൾ 2-ാം അധ്യായം 21-ൽ പറയുന്നത്: എന്നാൽ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ ഏവനും രക്ഷിക്കപ്പെടും എന്ന് ദൈവം അരുളിച്ചെയ്യുന്നു. ഇവിടെ മാളിക മുകളിൽ ഒന്നിച്ചു കൂടിയിരിക്കുന്ന ശിഷ്യന്മാർ പ്രവചിക്കുന്നത് നാം കാണുന്നു. പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി പെന്തക്കോസ്ത് നാളിൽ പത്രോസ് പറയുന്നത് എന്താണ് എന്ന് നമുക്ക് ഒന്ന് നോക്കാം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 16-ാം വാക്യം മുതൽ 19 വരെയുള്ള ഭാഗത്ത് ഇപ്രകാരം പറയുന്നു: അവൻ തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിന് ഒത്തവണ്ണം അവൻ്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്ത് എന്ന് സകല വിശുദ്ധരോടും കൂടെ ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൽ സ്നേഹത്തെ അറിവാനും പ്രാപ്തരാകുകയും ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണം എന്നും പ്രാർത്ഥിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. നാം ഇത് വളരെ ശ്രദ്ധയോടുകൂടി മനസ്സിരുത്തി വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പത്രോസ് ശ്ലീഹ എന്താണ് പറയുന്നതെന്ന് നമുക്ക് മനസ്സിലാകും. യോഹന്നാൻ ശ്ലീഹ എഴുതിയ രക്ഷാസുവിശേഷം 6-ാം അധ്യായം 63-ൽ പ്രകാരം പറയുന്നു: ജീവിക്കുന്നത് ആത്മാവ് ആകുന്നു, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു എന്നാണ് പറയുന്നത്. നമ്മുടെ ശരീരത്തിൻ്റെ ഗ്യാരണ്ടി വെറും 4-5 മിനിറ്റ് മാത്രമാണ്. കാരണം ഓക്സിജൻ കിട്ടാതെ വരുന്ന നമ്മുടെ ശരീരത്തിൻ്റെ അവസ്ഥ നമുക്കേവർക്കും അറിയാം. അതോടെ ഈ ലോകവാസം നമ്മൾ വെടിയും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ആയതിനാൽ നാം എപ്പോഴും ചിന്തിക്കേണ്ടത് 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം 16 മുതൽ 18 വരെയുള്ള ഭാഗങ്ങളാണ്. എപ്പോഴും സന്തോഷിപ്പീൻ, ഇടപെടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ, ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തു യേശുവിൻ്റെ ദൈവേഷ്ടം എന്നാണ് ഇവിടെ പറയുന്നത്. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 6 മുതൽ 7 വരെയുള്ള ഭാഗം നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്: അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു എന്നാണല്ലോ.
അതുകൊണ്ട് വിശ്വാസികൾ അത്രേ അബ്രഹാമിൻ്റെ മക്കൾ എന്ന് അറിവീൻ. എബ്രായർ 11:6 പ്രകാരം പറയുന്നു, എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നുവെന്നും വിശ്വസിക്കേണ്ടതല്ലയോ? ഈ വിശ്വാസത്തോടുകൂടി നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാം, ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ചെല്ലാം, അവനെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം ലഭിക്കും എന്നുള്ള വിവരം നാം മനസ്സിലാക്കി അവനിലേക്ക് അടുത്തു ചെന്നു കഴിഞ്ഞാൽ നമുക്ക് അവന് എപ്പോഴും നന്ദി പറയാൻ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. ആത്മീയ ശക്തിയും ഭൗതിക ശക്തിയും ഒത്തുചേർത്ത് നമുക്ക് ദൈവവചനത്തെ സ്വീകരിക്കാം, ദൈവവുമായുള്ള അഭേദ്യ ബന്ധം പുലർത്താം, ദൈവ സ്മരണയിൽ ജീവിക്കാം, ദൈവവചനത്തിൽ നമുക്ക് തന്നിരിക്കുന്ന വാഗ്ദാനങ്ങളെ ഓർക്കാം, വിശുദ്ധിയോടുകൂടി ജീവിക്കാം, പ്രാർത്ഥനയോടുകൂടി ബാക്കി ജീവിതം ജീവിച്ച് ദൈവവേദലായി ആത്മചൈതന്യമുള്ളവരായി തീരുവാൻ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.